killing, bro, killing. Bro, just run. I can see somebody over there, you see? സോ ഇന്നപ്പോൾ ഒരു നല്ലൊരു മഴയൊക്കെ കഴിഞ്ഞ് മഴയുടെ ആ ഒരു ഭംഗിയും ആ ഒരു കാടിൻ്റെ ഭംഗിയൊക്കെ കണ്ട് ഞങ്ങളിതേ ഇപ്പോൾ മെല്ലെ നോർത്തിലേക്ക് ഒരു യാത്ര നടത്തിക്കൊണ്ടിരിക്കുക. ചെറിയൊരു യാത്ര, ഒരു 150-200 കിലോമീറ്ററിൻ്റെ ഒരു യാത്ര. അവിടെ ഒരു വലിയൊരു പള്ളിയുണ്ട്, അതുപോലെ തന്നെ കുറച്ച് മല, മൗണ്ടെയ്ൻസ്, പിന്നെ കുറച്ച് ഫോറസ്റ്റ്, അതിനടുത്ത് തന്നെ ഫോറസ്റ്റ്, ലേക്സ്, പിന്നെ ഈ സെൻറ്റ് ലോറൻസ് വരെ എത്തിച്ചേരുന്നത് അവിടെയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് കാണാൻ വേണ്ടി ആ ഒരു ട്രിപ്പ് അങ്ങോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. ആ മഴ കഴിഞ്ഞിട്ട് ഇവിടെ ചെറിയൊരു വെള്ളപ്പൊക്കം പോലെയൊക്കെ വന്നിട്ടുണ്ട്, ചെറിയ രീതിയിൽ. ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം വരും. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും പിന്നെ അത് എങ്ങനെയാണ് എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് വെളിയിലേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് നിങ്ങളും എൻ്റെ കൂടെ പോരെ. അപ്പോൾ ഇതാണ് സാസോഹെ. അപ്പോൾ നമ്മളിവിടെ എത്തി ഇനി ഇവിടുത്തെ ഏറ്റവും നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ കയറാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ഒരു മസ്റ്റ് ട്രൈ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് ഓരോരോ സ്പോട്ട് നോക്കി പോകാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് സ്ഥലത്തേക്ക് ഞങ്ങളിപ്പോൾ ഇനി എത്തിച്ചേരും. Just say bonjour, salut. The shorts, bro. Killing, bro, killing.
അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ ഒരു കാട്ടിലെത്തിയിരിക്കുക. അപ്പോൾ കാട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ ആട്ടോ ഇത്. സൺലൈറ്റ് അടിച്ച് കയറി വരുമ്പോൾ ഒരു ഭംഗിയുണ്ടല്ലോ. നേരെ ഈ ഒരു സൈഡിലേക്ക് കണ്ടോ, ഇതിൻ്റെ ഉള്ളൊന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മഴ കഴിഞ്ഞ് നിൽക്കുക. അപ്പോൾ ആ മഴ കഴിഞ്ഞതിൻ്റെ ആ ഒരു മഞ്ഞ് മിസ്റ്റും പിന്നെ ആ സൺലൈറ്റും കൂടെ അടിക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ച കണ്ടോ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ. എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇതിൻ്റെ ഉള്ളിൽ മുഴുവൻ മരങ്ങളൊക്കെ വീണ് കാറ്റത്ത് വീണ് ഒടിഞ്ഞ് കിടക്കുന്നു. അതുപോലെ തന്നെ കാട് പിടിച്ച ഒരു പ്രദേശം, അല്ല കിടിലനൊരു സ്ഥലം, ട്രക്കിങ്ങിന് പറ്റിയ ഒരു സ്ഥലം. ആദ്യം ഈ സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ പേടിയായി കേട്ടോ. പക്ഷെ പുള്ളി ഇങ്ങോട്ട് തന്നെ കയറിയില്ല. പക്ഷെ ആരായാലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേടിച്ച് പോകും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇവിടെ വൈൽഡ് ആനിമൽസ് ഉണ്ട്. ആ മഴ വിചാരിച്ച് വീട്ടിലിരുന്നിരുന്നെങ്കിൽ എനിക്കിതൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. എന്ത് രസമാണെന്നറിയൂ. കണ്ടാലൊരു ചെറിയ പേടിയാകുമെന്നുണ്ടെങ്കിലും ഈ സ്ഥലം മുഴുവൻ കാണുന്ന രസമുണ്ട്. പക്ഷേ ഇത് കണ്ടോ, ഇത് മുഴുവൻ വെള്ളമൊക്കെ കിട്ടി കിടക്കുക. ഞങ്ങളിങ്ങോട്ട് നടന്നു വഴി മുഴുവൻ ഇത് താന്നൊക്കെ പോകുമായിരുന്നു, മണ്ണൊക്കെ താന്നു പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ എത്ര താഴ്ചയുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും ഇത് കണ്ടോ, ചവിട്ടുമ്പോൾ താന്ന് പോകുന്നുണ്ട് കണ്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ചും കൂടെ പോയി നോക്കണമെന്നുണ്ട്. പക്ഷേ ഒരറിവും ഇല്ലാത്തൊരു സ്ഥലം. ഇത് കണ്ടോ നിങ്ങൾ അതിൻ്റെ കം You should see that. Come. Here. Come on. Bro, no river. It's like a horror place, bro. Yeah. You see how calm is the place? Come. Bro. Bro, I remember the movie Wrong Turn. Bro, just run. I can see somebody over there. You see? Bro, run. ഓക്കെ, അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിത് തിരിച്ചിനി വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ ആ ഒരു ദിവസം അടിപൊളിയായിരുന്നു. ആ ഒരു മഴ വിചാരിച്ചിരുന്നിരുന്നെങ്കിൽ ഒന്നും നടക്കത്തില്ലായിരുന്നു. പക്ഷെ അതേ ഇപ്പോൾ സെറ്റായി അടിപൊളിയായിട്ട് ഇതേ ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ബ്രോ, ഹൗ വാസ് ദ എക്സ്പീരിയൻസ്? Pretty good. Like I'm coming here after a long time. You feel very refreshed because in Montreal it's very humid and it's very hot. And outside we just came, then we have our windows down and we are driving. It's superb experience. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരേക്കും സല്യൂട്ട്.